വേണ്ട. ഹലോ, അവിടെ എന്തോ ഉണ്ട്? ഞാനൊരു കേക്ക് ഇപ്പൊ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കുന്നേ ഉള്ളൂ. ഞാനും. എടാ, ഓരോ കരോളുകാർ വരുമ്പോഴും ഓരോ കേക്ക് കൊണ്ടാണ് വരുന്നത്. ഞാൻ തിന്ന് തന്നെ അങ്ങ് മടുത്ത്. എടാ, ക്രിസ്മസിന് വിളിച്ചിട്ടുണ്ടാ. ഇനി ഞാൻ അവിടെ പോയിട്ട് മട്ടനും ബീഫും ഒക്കെ തിന്ന് എനിക്ക് വയ്യ. ഒരു 300 കാണോ? 300. ഇതെന്തുവാ? ചാണകം. ഇതെന്തുവാ? ചൂല്. വീഴണോ? വേണ്ട. പൊക്കോ. ക്രിസ്മസ് ഇല്ലേ ഒരു കേക്ക്? നീ പറ, ഞാൻ കേക്കാം. പറ. ഒരു വീട്, ഒരു ക്രിസ്ത്യാനിയുടെ വീട് ഒരെണ്ണം പറഞ്ഞ ഒരെണ്ണം. ഇവിടെ ഈ ഉമ്മച്ചൻ്റെ വീടല്ല, വേറൊരു എനിക്കറിയത്തില്ല. പോയി സക്സസ് ആവോ? ആവുമായിരിക്കും. പോയി നോക്കാം അല്ലേ? പുള്ളിക്കാരന്റെ മോന്റെ അടുത്ത് പോയപ്പോ അമേരിക്കയില് അടുത്ത മാസം വരൂ. ഞാൻ ആ പ്രതീക്ഷയും പോയി. അല്ല, നീ എന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളില്ലയോ? സനല്, നിങ്ങളുടെ വല്യമ്മയുടെ മോൻ സനല്. കണ്ണണ്ണന്റെ വെണ്ട ഒന്നും പൂത്തില്ലയോ? ഇവിടെ തന്നെ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, ഇടത്തോട്ട് നോക്കിയാൽ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ആ വീടും ക്രിസ്ത്യാനിയാണ്, എവിടെ നോക്കിയാലും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാലേ ഒരു കട്ട പോലെ കേക്കും അപ്പം ഒക്കെ ഇങ്ങനെ ഒഴുകുക വീട്ടിലോട്ട്. എനിക്ക് കൺഫ്യൂഷനാണ്, കേക്ക് തിന്നണോ അപ്പം തിന്നണോ എന്ന്. ഫുള്ള് കിട്ടുമല്ലോടാ 4 സൈഡിൽ നിന്നും. ക്രിസ്മസ് ആയി കഴിഞ്ഞാലേ ഞാൻ ആരുടെയും വീട്ടിൽ പോകത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പിണങ്ങും. ഞാനിപ്പോൾ 6 വീട്ടിൽ പോടാ, കാരണം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവർ എന്നോട് പിണങ്ങും. പിന്നെ അത് കാരണം ഞാൻ 6 വീട്ടിൽ പോകത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. എല്ലാ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് വീട്ടിലൊന്നും വെക്കത്തേ ഇല്ല. തിന്നാൻ ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ, അതാണ്. വലിയ ക്രിസ്മസ് സ്റ്റാറൊക്കെ ആണല്ലോ. നീ എന്തോ ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ. മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ എന്താ മഴയാണോ? കുടിക്കാൻ എന്തേലും മാടവെള്ളം. വൈനൊന്നും കിട്ടിയില്ലയോ കൂടെ കടിക്കാൻ? കേക്ക് വൈൻ ഒരുപാടായി കഴിഞ്ഞാലേ വീട്ടിൽ എക്സസൈസ് വരും, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. കരളൊക്കെ വരായിരിക്കില്ലേ വൈകിട്ട്? എന്തിന്? അല്ല, വീട്ടിൽ കയറി ഓരോരുത്തർക്കും ഡാൻസ് ഒക്കെ കളിച്ചു. വൈകിട്ടാകുമ്പോൾ നീ അങ്ങ് പോകത്തില്ലേ? ഇല്ല, 10 ദിവസം അവധി ഉണ്ടല്ലോ, 8 ദിവസം എവിടെ കാണും. ഞാൻ ഡ്രസ്സ് വേണ്ടേ? പൊട്ടിക്കല്ലേ, അപ്പുറത്തെ വീട്ടുകാരുടെ ഓർഡർ ചെയ്തപ്പോഴേ ഇങ്ങോട്ട് മേടിച്ചു വെച്ചെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ, ആ കേക്ക് നീ എന്നോ? ടൂൾ ബോക്സാ, അവൻ്റെ കാർ ശരിയാക്കണമെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയതാ. അത് കട്ടിലിനടി കൊണ്ട് വെച്ചു, എന്തായാലും മേടിച്ചു തരും. ശരി, ഹാപ്പി ക്രിസ്മസ്. എന്തോടി പരതുന്നേ? കേക്ക് അതിന് നിന്നെടുത്ത് ആരും പറയും ഇവിടെ കേക്ക് ഉണ്ടെന്ന്? ഒന്നും ഓർമ്മയില്ല. എനിക്ക് കൺഫ്യൂഷനാണ്, കേക്ക് തിന്നണോ അപ്പം തിന്നണോ? ഫുള്ള് കിട്ടുമല്ലോടാ 4 സൈഡിൽ നിന്ന്. എൻ്റെ പൊന്നു കുഞ്ഞ് 4 സൈഡിലും ക്രിസ്ത്യാനികളാണ്, സമ്മതിച്ചു. പക്ഷെ എൻ്റെ സ്വഭാവം കാരണം ഒറ്റ ഒരാൾ ഈ വീട്ടിൽ കേക്കും കൊണ്ട് ഞാൻ വന്ന് കണ്ടിട്ടില്ല. തിന്നണോ എടുക്കണോ എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, കൊതി കൊണ്ടങ്ങ് പറയുന്നതാ. നിനക്കറിയോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നെ കാരണം കേക്ക് തിന്നാലോ ആലോചിച്ചിട്ട. കേക്ക് എനിക്ക് ഞാൻ മേടിച്ചു തന്നാ മതിയോ? വേണ്ട, ബേക്കറി നിനക്ക് ഇഷ്ടമുള്ള ഏത് വെറൈറ്റി ആണെന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുത്തു. ചേട്ടാ, എന്തൊക്കെ വെറൈറ്റി ഉണ്ട്? മോനെ, എന്തൊക്കെ വെറൈറ്റി ആണ് നിങ്ങൾ തന്നെ നോക്കുന്നേ? ഒരു വെറൈറ്റി ഇല്ല. ഞാൻ പ്ലം കേക്ക് എന്നെ മേടിച്ചാൽ മതി, വേറെ ഒരുത്തനെ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ അങ്ങ് പണ്ട് പ്ലം കേക്കിന്റെ സ്ഥാനമൊക്കെ അങ്ങ് പോയി. ഇപ്പൊ എല്ലാവർക്കും വെറൈറ്റി കേക്കാ. എന്റെ കൂട്ടുള്ള ക്യാരറ്റ് കേക്കൊക്കെ ഇഷ്ടം. എന്തോടാ ഭയങ്കര ചിരി ഇരിക്കുന്നത്? എന്തോ മനുഷ്യരെ ആക്കുവാണോ? അതല്ല, അവന്റെ കാര്യം ആലോചിച്ച് ചിരി വന്നതാ. കൂടുതൽ കിടന്നിതാവണ്ട, എന്നെ അവൻ ഉദ്ദേശിക്കുന്ന എനിക്ക് നല്ലോണം അറിയാം. വർഷത്തെ എല്ലാ തവണ നിങ്ങളില്ലേ ഷോ ഇറക്കുന്നത്? ഇത്തവണയെങ്കിലും ഞങ്ങളൊന്ന് ഷോ ഇറക്കട്ടോ. സംഭവമൊക്കെ ശരിയാ. ഇവനെ കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചാ ഒരാൾ പോലും ഇതുവരെ മേടിച്ചിട്ടില്ലെന്നുള്ള കാര്യം. അതിപ്പോ അടുത്ത മാസം പോയില്ലേലും അതിന്റെ അടുത്ത മാസം പോയില്ലേലും ഹാപ്പി ബർത്ത്ഡേ എഴുതി അങ്ങോട്ട് കൊടുത്ത് നമുക്ക് നല്ല റേറ്റാ. അതൊക്കെ നീ എന്നെ കണ്ടുപിടിക്കും. എന്തൊക്കെ സാധനമുള്ളത്? കാഷ്യൂനട്ട്, ടൂട്ടി ഫ്രൂട്ടി, റമ്മ്, ഇങ്ങനൊക്കെ വില കൂടിയ സാധനങ്ങളാണ്. അറിയൂ എടാ, നിനക്കൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് മോളി എഴുതിയിട്ടില്ലെങ്കിൽ നിനക്ക് പട്ടി വിലയാ, ആരും മേടിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ മണ്ടക്ക് ക്രീം വെച്ചും മറ്റേത് വെച്ചും ഒക്കെ ഡെക്കറേറ്റ് ചെയ്താലേ സാധനം പോത്തുള്ളൂ. അല്ലെങ്കിൽ ആർക്കും വേണ്ട. എന്നാ ഇത്രയ്ക്ക് അടി പരിപ്പ് മുന്തിരിങ്ങ കൊണ്ടിട്ട് നിന്നെ എന്തായിരിക്കും ബർത്ത്ഡേക്ക് മേടിച്ചു കുറിക്കാത്ത? എടാ, ഇതെന്നൊക്കെ പറഞ്ഞാലേ പ്രീമിയം സാധനങ്ങളാ, അല്ലാതെ എല്ലാ ലോക്കൽ പരിപാടിക്ക് ഇറങ്ങി കിടക്കുന്ന പരിപാടിയൊന്നും ഇല്ല.
കേട്ടോ. പിന്നെ ഭയങ്കര പ്രീമിയം പ്ലം കേക്ക് കിലോയ്ക്ക് എത്ര രൂപ? 200 രൂപ. പക്ഷെ എന്റെ കേക്ക് 1 കിലോ വാങ്ങണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. ആര് പറഞ്ഞു? എന്റെ കേക്കിന് 300 വരും കേട്ടോ. അയ്യോ ഭയങ്കരമായിട്ട് കൂടി പോയി കേട്ടോ. വെയിറ്റ് ഒരുത്തതാണ്ട കേക്ക് മേടിക്കാൻ വന്നിരിക്കും. ആരെ എടുക്കുമോ നമുക്ക് ഇപ്പം? കാണാം. വാ, വാ, വാ. എനിക്ക് ഇഷ്ടമുള്ള എടുത്തോടാ. ദാഷായുടെ പ്ലം കേക്ക് സൂപ്പർ. എടുക്കാം. സാർ അത് ഏറ്റവും ലോ ക്വാളിറ്റി സാധനമായിരുന്നു. അതിന് കിലോ 120 രൂപയുള്ളൂ. അതുകൊണ്ടല്ലയോ അത് പറയുന്നത് തന്നെ. സല്ലണ്ണ എങ്ങനെയുണ്ട്? കടിയൊന്നും കൊള്ളുന്നില്ല, നല്ല കഴിപ്പാന്നു. വെറ്റിലയുടെ രുചി. ദാഷായണി കേക്കല്ലയോ അമ്മമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രുചിയൊക്കെ വരും. ഇത് നമ്മളെടുത്തേക്കുന്ന പൊയില ടേസ്റ്റാണ്. പിന്നെ ഒരു വെറ്റിലയുണ്ട്, ഒരു ചുണ്ണാമ്പും ഉണ്ട്. അത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് പറയില്ല. ക്രിസ്മസായിട്ട് ആരും വിളിക്കുന്ന പോലും ഇല്ല. അത് എനിക്കറിയാമല്ലോ, എൻ്റെ ഗുണം കൊണ്ട് ആരും വിളിക്കത്തൊന്നുമില്ല. അതിന് മാത്രം ചേട്ടൻ നാട്ടുകാർ എന്ത് ചെയ്തു? അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറിൻ്റെ വെട്ടം എൻ്റെ കണ്ണിലോട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ രാത്രി പോയിട്ട് ഞാൻ ആ സ്റ്റാർ കത്തിച്ച് കളയുക, പുൽക്കൂട് കത്തിച്ച് കളയുക, പിന്നെ ഹൈക്കോടതി കൊണ്ടുവന്ന കേസ് കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ഇപ്പോൾ അവരാരും എന്നെ വിളിക്കാറില്ല. എന്നാൽ ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്താണ് മനുഷ്യരിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലേ? അല്ല നിങ്ങളുടെ വീട്ടിൽ കരോളൊന്നും ഇല്ലയോ? പണ്ട് ഞാൻ കരോളൊക്കെ പോകായിരുന്നു. ഓ സാന്റാ സാന്റാ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ നീ സാന്റാ, പൊന്ന് സാന്റാ. അവിടെ ഇവിടെ ഡാൻസ് കളിച്ച് എന്റെ വീട്ടിൽ വന്നില്ലേ നീ സാന്റാ, പൊന്ന് സാന്റാ. അവിടെ ഇവിടെ ഡാൻസ് കളിച്ച് എന്റെ വീട്ടിൽ വന്നില്ലേ നീ സാന്റാ, പൊന്ന് സാന്റാ. അവിടെ ഇവിടെ ഡാൻസ് കളിച്ച്. മതി നിങ്ങളുടെ ആട്ടോ പാട്ടോ എല്ലാം കൊള്ളാം. എന്നാ മക്കള് 50 രൂപ ഉണ്ട്. ആരാ മേടിക്കുന്നത്? ഏത് തണ്ടികളാ പറഞ്ഞേ? പാട്ടുകാരൻ തണ്ടികളാണെന്ന്. 50 രൂപ എന്നുണ്ട്. 50 രൂപ കണ്ടുപിടിക്കണം. പാവം പിടിച്ച മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേ? പിന്നെ മക്കളെ ഒന്ന് നിന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. പ്ലം കേക്ക് തരാൻ പറയാട്ടാ. പിന്നെ ഈ ബക്കറ്റിനകത്തിലോട്ടെ ഓക്കി ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു 500 രൂപ ഇതിനകത്തിലോട്ട് അങ്ങിടണേ. അയ്യോ മാമ ഞങ്ങളുടെ ആകെ 500 രൂപ ഉള്ളൂ. എന്നാ അതിങ്ങോട്ട് ഇട്ടാട്ടെ. തന്നില്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ നീയൊക്കെ പാടുപെടും. 500. ഞാൻ അപ്പോഴേ പറഞ്ഞ പാർട്ടിക്കാർ ഇങ്ങനെ ബാപ്പുവാ ഇല്ല ഷട്ടി ഒരു അടിച്ചു. ഇപ്പൊ കരോളൊന്നും ഈ വീട്ടിൽ കയറത്തില്ല. കാരണം ഞാൻ പട്ടി അഴിച്ചു വിടുമായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഇപ്പൊ അമ്മ ഈ വീട്ടിലോട്ടേ കയറുന്നു. സ്പെഷ്യൽ എന്തുവാ? ചെല്ല് കഴിച്ചിട്ടോ, ചിലപ്പോൾ അതിന് ലാസ്റ്റ് കിട്ടാതെ വരും. ചെല്ല്. ഓക്കേട്ടപ്പം കാണാം. അല്ല 8 ദിവസത്തേക്ക് വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് എന്താ തിരിച്ചു പോന്നു? മറക്കാനാത്ത ക്രിസ്മസ് ആയിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. എൻ്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കട്ടെ. തങ്ങി നിൽക്കും, എങ്ങും പോകത്തില്ല. അമ്മ പ്ലം കേക്കിങ് എടുത്ത് നമുക്ക് തിന്നാം. അവനങ്ങ് പോയി കേട്ടാ. താങ്ക് യു അമ്മേ. എന്തോ അമ്മേ? കേക്കോ? എവിടുന്ന് കേക്ക്? എടാ ഉമ്മച്ചൻ അമേരിക്കയിൽ നിന്ന് വന്നായിരുന്നു. കുറെ കേക്കുകൾ കൊണ്ടുവന്ന്. എടാ നമുക്കൊരു 5-6 കേക്ക് അങ്ങ് കൊണ്ട് തന്നു. എന്നിട്ട് നീ വരാൻ 10 ദിവസം എടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് ഞാനൊരു 2-3 അപ്പുറം എടുത്ത് കൊടുത്തു. അല്ല ഇനി വല്ല ബാക്കിയുണ്ടോ? ഇനി എന്താ ബാക്കി വരാനാ? ലാസ്റ്റ് ഉള്ളതായിരുന്നു ആ ചെറുക്കന് കൊടുത്തു വിട്ട. പാവം കഴിച്ചോണ്ട് മക്കള് വേറെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചാണല്ലോ. വേറൊക്കെ വീർത്തിരിക്കുന്നു. പിന്നെ അയ്യോ